ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ തളപതി വിജയെ പറ്റിയാണ്. അതിന്റെയാണ് ആദ്യത്തെ ഈ ആക്ഷനൊക്കെ നിങ്ങൾ കണ്ടത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്, ഇമിറ്റേറ്റ് ചെയ്ത് നോക്കിയതാ. തളപതി വിജയുടെ ലാസ്റ്റ് സിനിമ ജനനായകൻ വരുന്നത് ജനുവരി 9 റിലീസ് ആകാൻ പോവാണ്. അതുപോലെ അതിന്റെ ഓഡിയോ ലോഞ്ച് കഴിഞ്ഞ മാസം മലേഷ്യ വെച്ച് നടന്നിരുന്നു. അപ്പൊ ജനനായകൻ ഓഡിയോ ലോഞ്ച് എന്താ പറയാ, 80,000 മുതൽ 1,00,000 വരെയുള്ള ആൾക്കാരാണ് ആ ഒരു ഓഡിയോ ലോഞ്ചിനായിട്ട് പങ്കെടുത്തത്. അത്രയും ജനക്കൂട്ടം. അത് എന്തിനാ വന്നത്? വിജയ്ക്ക് വേണ്ടി. വിജയുടെ ലാസ്റ്റ് ഓഡിയോ ലോഞ്ച് എന്ന ഒരു പ്രൊമോഷൻ ടാഗോടെയാണ് അത് സ്റ്റാർട്ട് ചെയ്തതൊക്കെ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും പുള്ളി 51-ാം വയസ്സിലും പുള്ളി കാണിക്കുന്ന ഒരു എനർജി ഉണ്ടല്ലോ, മോനെ അടിപൊളിയാണ്. അടിപൊളി. ശരിക്കും അതിന്റെ വീഡിയോ ഇന്ന് ലോഞ്ച് ആകത്തേ ഉള്ളൂ, കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോ. പക്ഷെ അതിന്റെ ഈ പല ക്ലിപ്പിംഗ്സ് നമ്മൾ യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലൊക്കെ ആയിട്ട് കണ്ടിട്ട് അത് കാണാൻ കട്ട വെയിറ്റിംഗ് ആണ്. നിങ്ങളെ വെയിറ്റിംഗ് അല്ലേ? അതെ, നിങ്ങളെ വെയിറ്റിംഗ് ആയിരിക്കും, കൺഫേം ആണ്. പുള്ളി 51-ാം വയസ്സിലും പുള്ളി കാണിക്കുന്ന ഒരു എനർജി, പുള്ളിയുടെ ഒരു ഓറ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. പിന്നെ പുള്ളി ആൾക്കാർ കൈയെടുക്കുന്ന ഒരു രീതി, ഏകദേശം ഈ 80,000 1,00,000 ആൾക്കാരെ കൈയെടുക്കാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ട്. കാരണം ഇഷ്ടംപോലെ ആൾക്കാർ ഇതിന്റെ ഇടയ്ക്ക് വെച്ച് ആളെ പാർട്ടിയെ പറ്റി പറയുകയുണ്ടായി, മീൻസ് പാർട്ടിയുടെ പേര് ഇങ്ങനെ വിളിച്ചു പോവുകയുണ്ടായി. അപ്പോൾ പുള്ളി പറഞ്ഞത് പോലീസൊക്കെ ഉണ്ട്, ജസ്റ്റ് നിങ്ങളൊന്ന് ഇല്ലെങ്കിൽ എന്നെ പോലീസ് വിളിച്ചിട്ട് പോകും, അങ്ങനെ ഒരു ഫൺ രീതി പറഞ്ഞത് ആൾക്കാരെ അത് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് അത് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്തു. കാരണം അവിടുത്തെ ഒരു സർക്കാർ ഉത്തരവുണ്ടായിരുന്നു, അവിടെ പാർട്ടിയെ പറ്റി ഒന്നും സംസാരിക്കാൻ പാടില്ല എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ പുള്ളി അതൊക്കെ മാനേജ് ചെയ്യുന്ന രീതി. അതിന് മറ്റൊരു എക്സാമ്പിളാണ് ഈ കഴിഞ്ഞ തമിഴ്നാട്ടിൽ നടന്ന ഈ പ്രചരണത്തിന്റെ സമയത്ത് ഒരാള് ഇതിന് മേളിൽ കയറുന്ന, എന്തോ ഒരു വലിയൊരു ബിൽഡിങ്ങിന്റെ ലാഡറിന്റെ മേളിൽ കയറുന്നപ്പോ കീഴറങ്ങ തമ്പി എന്ന് പറഞ്ഞ് പുള്ളി ഇറക്കി. എന്താ പറഞ്ഞത്? കീഴെ ഇറങ്ങിയാലേ മുത്തം തരത്തുള്ളൂ. അപ്പൊ അങ്ങനത്തെ രീതിയിലൊക്കെ അത്രയും വലിയൊരു ക്രൗഡിന്റെ ഇടയിൽ നിൽക്കുന്ന ആ ഒരാളെ അത് പറഞ്ഞിറക്കാനുള്ള പുള്ളിയുടെ ഒരു കഴിവുണ്ടല്ലോ, അത് അത്ര ഈസി അല്ല. നമ്മൾ ചിന്തിക്കുമ്പോൾ വലിയ സിമ്പിൾ ആയിട്ടൊക്കെ തോന്നും, പക്ഷെ ഇറ്റ്സ് നോട്ട് എ ഈസി തിങ് മാൻ. പുള്ളി 10-33 വർഷമായി സിനിമ ഫീൽഡിൽ വന്നിട്ട്. പുള്ളി വരുമ്പോൾ പുള്ളിക്കൊരു ചെറിയൊരു മണല് കൊണ്ടൊരു വീട് കെട്ടണമെന്നാണ് ആഗ്രഹം. പുള്ളി കെട്ടിയതോ മണിമാളിക. അതിന് കഴിഞ്ഞ 33 വർഷമായിട്ട് പുള്ളിയെ സപ്പോർട്ട് ചെയ്ത എല്ലാ ജനങ്ങൾക്കും വേണ്ടി പുള്ളിക്ക് ഇനി എന്ത് തിരിച്ചു ചെയ്യാൻ പറ്റും എന്നതാണ് പുള്ളി ഇനിയുള്ള അടുത്ത 30 വർഷം ചെയ്യാൻ പോകുന്നതെന്നാണ് പുള്ളി പറഞ്ഞത്. അതിനുവേണ്ടി പുള്ളി സിനിമയിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറുക എന്ന ഒരൊറ്റ വാക്കുണ്ടല്ലോ, ആ വാക്ക് തന്നെയാണ് പുള്ളി ഇപ്പോഴും നിൽക്കുന്നത്. ഇനി പുള്ളി സിനിമകൾ ചെയ്യുന്നില്ല എന്ന രീതിയിൽ കൺഫേം ചെയ്ത് പുള്ളി വീണ്ടും പറഞ്ഞിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് പല ആൾക്കാരും പുള്ളിയെ ഇമോഷണലി കരയിപ്പിക്കാനൊക്കെ നോക്കി. കരയിപ്പിക്കാന്ന് വെച്ചാൽ പല സോങ്സും പഴയ സോങ്സ് കേട്ടും ആൾക്കാർ പാട്ടുകൾ പാടിയും. പക്ഷെ പുള്ളി സ്ട്രോങ് ആയിട്ട് പറഞ്ഞു, ഇല്ല ഞാൻ കരയില്ല. ഇതിനൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പുള്ളി ഒരു കാര്യം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിരിക്കും. അത് ചെയ്ത് വിജയിക്കുമായിരിക്കും രണ്ടാമത്തെ കാര്യം. പക്ഷെ പുള്ളി അതിനുവേണ്ടി ശ്രമിക്കും, പുള്ളി അത് ചെയ്യും, അതിനുവേണ്ടി മാക്സിമം എഫേർട്ട് ഇടും. ഈ 2026 നമുക്കും പുള്ളിയുടെ നിന്ന് നോക്കി പഠിക്കാൻ പറ്റിയ ഒരു കാര്യമായിട്ടാണ് എനിക്കതിനെ തോന്നുന്നത്. എനിക്ക് ആ ഒരു കാര്യം പുള്ളിയുടെ നിന്ന് കണ്ടപ്പോൾ, പുള്ളി ഈ സിനിമാ ഫീൽഡിൽ വന്നത് തന്നെ പുള്ളിയുടെ അച്ഛൻ കാരണമാണെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ പുള്ളിയോട് ചോദിച്ചിരുന്നു, അച്ഛൻ കാരണമാണല്ലോ സാറിപ്പോ സിനിമയിൽ വന്നത്, അപ്പൊ പിന്നെ എല്ലാവരും സാർ എന്ത് ചെയ്തതെന്ന്. ഇപ്പൊ പുള്ളി പറഞ്ഞ കാര്യം വെച്ചാൽ, അച്ഛൻ കാരണമാണ് ഞാൻ സിനിമയിൽ വന്നത്, പക്ഷെ ഒരുപക്ഷെ ഞാൻ ഈ സംവിധായകൻ മകനല്ല എന്നേ പോലും ഞാൻ സിനിമയിൽ വന്നേനെ. പക്ഷെ വരികൾ കുറച്ച് താമസിച്ചായിരിക്കും, ഇത്ര നേരത്തെ ആവില്ല, കുറെ ഇനിയും കഷ്ടപ്പെട്ട് വന്നേനെ. പക്ഷെ എനിക്ക് സിനിമയിൽ വരാനായിട്ട് വലിയ പാടുണ്ടായില്ല, പക്ഷെ നിലനിൽക്കാനായിട്ട് നല്ല പാടുണ്ടായിരുന്നു. ഇനി സിനിമയില്ല, രാഷ്ട്രീയം, ജനങ്ങൾക്ക് നല്ലത് ചെയ്യട്ടെ, അതാണ് എന്റെ ആഗ്രഹം. പിന്നെ തളപതി വിജയ് പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, അതായത് ജീവിതത്തിൽ നന്നായിട്ട് വളരണമെങ്കിൽ ഫ്രണ്ട്സ് വേണം, നല്ല ഫ്രണ്ട്സ് വേണം. പക്ഷെ ജീവിതത്തിൽ ഏറ്റവും ഉയർച്ചെത്തണമെങ്കിൽ നല്ല എതിരാളികൾ വേണം, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ശത്രുക്കൾ വേണം. നമ്മൾ അജിത്തിനെ പറ്റി പറയാനുണ്ടായി. കാരണം അജിത്തിന്റെ ബില്ല എന്ന ഫേമസ് ഹിറ്റ് ഫിലിം ഷൂട്ട് ചെയ്ത മലേഷ്യയിലാണ്. അങ്ങനെയുള്ള ഇത്രയും ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ഒരാള്, ആ തന്റെ കോമ്പറ്റീറ്റർ ആണ് അജിത്ത്. എന്നൊക്കെ പറഞ്ഞാൽ അജിത്ത് കോമ്പറ്റീറ്റർ ആണ്. ആ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗിവ് ആൻഡ് ടേക്ക് ആയിട്ടുള്ള ആ ഒരു സംസാര രീതിയൊക്കെ നമുക്ക് ഇൻസ്പയർ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഏറ്റവും ഒരു ഇൻട്രോവേർട്ട് ആയ ഒരു വ്യക്തിയായിരുന്നു. ഒരു പോക്കീസ് സിനിമകളൊക്കെ മുമ്പേ വരെ വിജയുടെ ഇന്റർവ്യൂസ് ഒക്കെ നോക്കിയാൽ മതി, അദ്ദേഹം അത്ര സംസാരിക്കുന്ന ആളല്ല. പക്ഷെ അങ്ങനത്തെ ഒരാള് ഒരു സ്റ്റേജിൽ വന്ന്, അതും ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാരുടെ മുന്നിൽ നിന്നിങ്ങനെ പെർഫോം ചെയ്യാന്നൊക്കെ പറയുന്നത് അത് എളുപ്പമല്ല. ആ ഫുൾ ഷോ പുള്ളിയാണ് ക്യാരി ചെയ്തത്. ഇത്രയും ഇൻട്രോവേർട്ട് ആയിരുന്ന ഒരാള് ഇപ്പം എക്സ്ട്രീംലി എക്സ്ട്രോവേർട്ട് അല്ല, എന്താ പറയാ, അത്രയും ആൾക്കാരെ പിടിച്ചെടുത്താനുള്ള ഒരു കഴിവ് ആ സ്വയം ഉണ്ടാക്കിയെടുത്ത. ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന പോലും എനിക്ക്
ഏതായാലും കോൺഫിഡൻസ് എനിക്ക് ഇപ്പോഴും വന്നിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ രണ്ടേ കൽപ്പിച്ച് അങ്ങ് ചെയ്യുകയാണ്. ഇതിപ്പോ ശരിയാവുന്നത് അതോ തെറ്റാണോ അല്ലെങ്കിൽ എന്താ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നോ ഒന്നും എനിക്കറിയില്ല. പക്ഷെ ഇത് ചെയ്ത് നോക്കിയാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇത് ശരിയാവില്ലെന്ന്. കാരണം ഇത് ഞാൻ കൂടുതലൊന്ന് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് പറയുന്നത്. എനിക്ക് സ്കൂൾ പ്രിപ്പയർ ചെയ്യുന്നത് വെച്ചാൽ ഇത് ഞാൻ എന്തെങ്കിലും ഓക്കെ ഇന്ന ടോപ്പിക്ക് പറയാം അങ്ങനെയൊക്കെ ഒന്ന് കാണാൻ അങ്ങനെ എനിക്ക് പറ്റും. ഞാൻ ഒന്ന് ട്രൈ നോക്കി, പക്ഷെ എനിക്ക് നടക്കുന്നില്ല. പിന്നെ എന്താണോ വായിൽ വരുന്നത് അതങ്ങ് സംസാരിക്കുക. എന്തായാലും അനാവശ്യമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നില്ലല്ലോ. അപ്പം എല്ലാവരും സത്യം ക്ഷമിക്കുക. അപ്പൊ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, അപ്പം വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഒന്ന് ആൾക്കാരോട് ഷെയർ ചെയ്യുന്ന കാര്യവും ഒന്ന് പരിഗണിക്കുക. ഓക്കെ, ബൈ ബൈ, താങ്ക് യു. புரிஞ்சு போச்சு. என் நெஞ்சில் குடியிருக்கும், நெஞ்சுக்குள்ள குடியிருக்கும், என் நெஞ்சில் குடியிருக்கும்.